നമസ്കാരം. ആക്രമണം നിർത്തണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചെന്ന വാർത്തകൾ പുറത്തുവന്നതിനു ശേഷവും ഗസയിൽ ഇസ്രായേൽ ആക്രമണം നിർത്തിവെക്കാൻ ട്രംപ് ആവശ്യപ്പെട്ട മണിക്കൂറുകൾക്കകം ഇസ്രായേൽ വീണ്ടും ഗസയിൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഗാസ സിറ്റിയിൽ നടന്ന ആക്രമണത്തിൽ ഒരു വീട്ടിലുണ്ടായിരുന്ന 4 പേരാണ് കൊല്ലപ്പെട്ടതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഖാൻ യൂണിസിലുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായും പ്രാദേശിക അധികൃതരെ ഉദ്ധരിച്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ ഗാസ സമാധാന കരാറിലെ ചില വ്യവസ്ഥകൾ അംഗീകരിക്കാമെന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് സമ്മതിച്ചിരുന്നു. എല്ലാ ബന്ദികളെയും വിട്ടയക്കാമെന്നും ഹമാസ് സമ്മതിച്ചു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ബോംബാക്രമണം നിർത്തണമെന്ന് ട്രംപ് നിർദ്ദേശം നൽകിയത്. എന്നാൽ ട്രംപിന്റെ നിർദ്ദേശം വന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് ഗസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനിടെ ഗസയിൽ ഘട്ടം ഘട്ടമായി ആക്രമണം കുറയ്ക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഇത്തരമൊരു നിർദ്ദേശം സേനയ്ക്ക് നൽകിയതായി ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയും അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസ സമാധാന പദ്ധതിയിലെ പല നിർദ്ദേശങ്ങളും ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ നിർദ്ദേശം. ഹമാസിന്റെ പ്രതികരണം മുൻനിർത്തി ട്രംപിന്റെ 20 ദിന പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ നടപ്പാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസും അറിയിക്കുന്നുണ്ട്. അതേസമയം ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള യഥാർത്ഥ അവസരമാണിതെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡും വ്യക്തമാക്കി. കരാറിന്റെ വിശദാംശങ്ങൾ അന്തിമമാക്കുന്നതിനായി ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കുചേർന്നതായി ഇസ്രായേൽ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം പല കാര്യങ്ങളിലും ചർച്ച ഇനിയും വേണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. ഹമാസ് സമാധാനത്തിന് തയ്യാറാണെന്നും ഇസ്രായേൽ ഉടൻ വെടിനിർത്തലിന് തയ്യാറാകണമെന്നും ട്രംപ് നിർദ്ദേശം നൽകി. സമാധാന വഴിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് എല്ലാവർക്കും നന്ദിയെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഹമാസ് പ്രതികരണത്തിൽ ഗസയിൽ ആഹ്ലാദ പ്രകടനങ്ങളും അരങ്ങേറി. ഗസയിൽ ബോംബിടുന്നത് ഉടൻ നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ശനിയാഴ്ച ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം അറിയിച്ചിരിക്കുന്നത്. എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ഗാസ സമാധാന പദ്ധതിയുടെ ചില ഭാഗങ്ങൾ ഹമാസ് അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ നിർദ്ദേശം. ശാശ്വത സമാധാനത്തിന് ഹമാസ് തയ്യാറാണെന്ന് താൻ വിശ്വസിക്കുന്നതായി ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചൊരു പോസ്റ്റിലും ട്രംപ് പറഞ്ഞിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 6-നകം സമാധാന പദ്ധതി അംഗീകരിക്കണമെന്ന് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. പദ്ധതി അംഗീകരിക്കാത്ത പക്ഷം മുച്ചൂടും മുടിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഹമാസിനെ നിരായുധീകരിക്കണമെന്ന സമാധാന പദ്ധതിയിലെ നിർദ്ദേശത്തെക്കുറിച്ച് ഹമാസ് പ്രതികരിച്ചിട്ടില്ല. ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കാനും തടവുകാരെ കൈമാറാനും അടിയന്തര സഹായങ്ങൾ എത്തിക്കാനും അറബ് ഇസ്ലാമിക രാജ്യാന്തര അംഗവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചതുമായ എല്ലാ ബന്ധികളെയും വിട്ടു നൽകാൻ അംഗീകാരം നൽകിയിരിക്കുന്നു. ട്രംപിന്റെ പദ്ധതിയിലെ നിർദ്ദേശം അനുസരിച്ചുള്ള സാഹചര്യം ഒരുക്കിയാൽ ബന്ദികളെ വിട്ടു നൽകുമെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞത്.